ഇനി സാക്ഷാൽ എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ എടുക്കി. അദ്ദേഹം കോട്ടക്കലിൽ വെച്ച് പറയുന്നത് എന്താണെന്നറിയോ? ആർക്കുള്ള മറുപടിയാണ്? ജിഫിരി തങ്ങൾ പാപ്പാക്കുള്ള മറുപടിയാണ്. ജിഫിരി തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞല്ലോ, ഗർവാപ്പസി ഉദ്ധരിച്ചുകൊണ്ട് തിരിച്ചു വരണം. അതിന് മൂപ്പര മറുപടി എന്താണെന്നറിയോ? ഞങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടില്ല എന്നാണ്. ഞാനതാ പറഞ്ഞു, മതമില്ലെങ്കിൽ എന്തോ പറയും. അവസാന ആളുകൾ ഏത് കുട്ടിക്കും മനസ്സിലാക്കി കൂടെ നിങ്ങൾ എഴുതാ പോകുന്നത്? 4 മീറ്റിംഗ് ആണത്ര കൂടിയത്, എന്തു പറയണമെന്ന് ആലോചിക്കാൻ. നമ്മളോ ഒരു മീറ്റിംഗും കൂടലുമില്ല അല്ലേ? ഇപ്പൊ നമ്മളെ കുണിയയിൽ സയ്യിദ് ജിഫ്രി തങ്ങളും മഹാനരായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ അതിശക്തമായ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കുറഞ്ഞ വാക്കുകൾ പറഞ്ഞപ്പോൾ വലിയ ആള് തന്നെ വലിയ അബദ്ധം പറയാണ്. എന്തായാലും ആ കുപ്രസിദ്ധമായ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുവരാം. വെച്ചു കൊടുക്കും. ബഹുമാനപ്പെട്ട തങ്ങളവർകളും മറ്റും ജിഫ്രി തങ്ങളെ പറയുന്നത്, സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്. മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ്. വലിയ പ്രസ്താവനയായി അതാരെ പറഞ്ഞു പഠിപ്പിച്ചതാവട്ടെ. മൂപ്പരെ ഞാൻ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കണില്ല. മൂപ്പർക്ക് പറഞ്ഞു കൊടുക്കുന്ന മാറ്ററേ പറയാൻ പറ്റുള്ളൂ. മൂപ്പരെ പറയിപ്പിക്കുന്നവരോട് നമുക്ക് സംസാരം. എന്താ ഈ പറഞ്ഞത്? എന്ത് ഉദാഹരണങ്ങൾ ഈ പറഞ്ഞു വെച്ചത്? ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് സമസ്തയിൽ നിന്നല്ല, മീറ്റിംഗിൽ നിന്നാണ്. ആരുടെ മീറ്റിംഗ്? ചോദ്യം 1, ഏത് മീറ്റിംഗിൽ നിന്നാ പോകുന്നത്? അവിടെ എന്തേന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നത്? എന്ത് കാര്യത്തിനാ മീറ്റിംഗ് കൂടിയിരുന്നത്? അവിടെ എന്തായിരുന്നു മീറ്റിംഗ്? ആരായിരുന്നു മീറ്റിംഗിന്റെ ഹെഡ്? എന്നിട്ട് നിങ്ങൾ പിരിഞ്ഞ് മീറ്റിംഗിൽ നിന്ന് പോന്നിട്ട് അടുത്ത മീറ്റിംഗിൽ പോയോ? ഉദാഹരണം പറഞ്ഞല്ലോ, എന്ത്? നിയമസഭയിൽ പ്രതിപക്ഷ MLA ചിലപ്പോ നിയമസഭ വിട്ടിറങ്ങിപ്പോരും, പാർലമെന്റിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോരും. ഇതുപോലെ ആ മീറ്റിംഗിനോട് യോജിപ്പില്ലാത്തപ്പോൾ ഞങ്ങൾ പോന്നതാണ്. UDF ഭരിക്കുകയാണ്, അല്ലെങ്കിൽ LDF ഭരിക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന MLA MP ഇറങ്ങിപ്പോന്നാൽ എന്താ പോലെ ചെയ്യല്? MLA MP അപ്പുറത്ത് ഒരു പെട്ടിപ്പീഠ ഉണ്ടാക്കിയിട്ട് നിയമസഭയും പാർലമെന്റും വേറെ തുടങ്ങുന്ന പണിയാ. ഇതാ പണി. എവിടുന്ന് കിട്ടിയതായി ഉദാഹരണം? അള്ളാഹു ഹക്കീം പറഞ്ഞു കൊടുത്താണോ സാധ്യത? ഇല്ലെങ്കിൽ പേരോട് മൂന്നാമതൊരാൾ സാധ്യതല്ല. ഏത് കുട്ടിക്കും അറിഞ്ഞുകൂടത്? നിയമസഭയിൽ നിന്നൊരാശയത്തോട് എതിർപ്പുണ്ടായി പോന്നാൽ അപ്പുറത്ത് വന്ന് ഒരാൾ മുഖ്യമന്ത്രി, ഒരാൾ സ്പീക്കർ, അങ്ങനെ ഒരു നിയമസഭ ഒരു മുട്ടിപ്പീട് ഉണ്ടാക്കിയിട്ട് അതിന് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പേരിടുന്ന പോലെ ഉണ്ടാക്കല. നിങ്ങൾ എന്തെങ്കിലും പിറ്റേ സംഘടന മടങ്ങിപ്പോരാഞ്ഞ്? ആരായിരുന്നു ആ മീറ്റിംഗിന്റെ അധ്യക്ഷൻ? ആരായിരുന്നു ആ മീറ്റിംഗിന്റെ നേതാവ്? നിങ്ങളെ ഗുരുവര്യരായ ശംസുൽ ഉലമയല്ലേ? എന്ത് ഉദാഹരണമാണ് നിങ്ങൾ ഈ പറയുന്നത്? അതുകൊണ്ട് ആ പറഞ്ഞ വാക്കുകളൊക്കെ അബദ്ധമാണ്. നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് സമസ്തയിൽ നിന്ന് തന്നെ. അന്നില്ലാത്തവർക്ക് അത് അറിയൂല. പേരോട് പറയുന്നുണ്ടല്ലോ, അത് അയാളൊന്നുണ്ടായിരുന്നോ? അത് താങ്കൾ പറഞ്ഞു കൊടുത്തല്ലേ? എന്ന് പറഞ്ഞാൽ ജിഫ്രി തങ്ങളുടെ ഉസ്താദാണ് ശംസുൽ ഉലമ EK ഉസ്താദ്.
ആ ഇ.കെ. ഉസ്താദാണ് ആ യോഗത്തിന്റെ എല്ലാം. നിങ്ങളുടെ ഗുരുവര്യരുടെ ഗുരുവര്യർ അവരെ ധിക്കരിച്ച് നിങ്ങൾ ഇറങ്ങിപ്പോന്നതാ. ഇറങ്ങിപ്പോന്നു എന്ന് നിങ്ങളെ പ്രസിഡന്റാ ഇവിടെ പറഞ്ഞത്. മറന്നുപോയോ? അത് എഴുതി കൊടുക്കുന്ന മാറ്റർ വായിക്കുമ്പോ ഉസ്താദേ നിങ്ങളൊന്നും ആലോചിക്കേണ്ടത്, എഴുതി കൊടുക്കുന്ന പഹയന്മാർ ഏതായാലും ചിന്തിക്കൂല, നിങ്ങളെ വഷളാക്കാനാവൂലുള്ളത്. ചെറിയ പി ഉസ്താദൊക്കെ ഇവിടെ പ്രസംഗിച്ച് നടന്നതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു താജുൽ ഉലമ. താജുൽ ഉലമയുടെ പ്രഖ്യാപനവും ചെറിയ പി ഉസ്താദിന്റെ വിശദീകരണവും കോട്ടക്കൽ പ്രഭാഷണത്തിനുള്ള നല്ലൊരു മറുപടിയാണ്. അത് രണ്ടു കൂടി ഒന്ന് വെച്ചു കൊടുക്കും. ആര് പുറത്താക്കിയിടാൻ നമ്മൾ ഇറങ്ങിപ്പോന്നാട്, ആര് പുറത്താക്കിയിടാൻ നമ്മൾ ഇറങ്ങിപ്പോന്നാട്. ഉള്ളാൾ തങ്ങളുടെ സ്ഥിതി അതല്ല. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങള് 5 ആളുകളുമായിട്ടാണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് സത്യത്തില് മഹാനായ തങ്ങള് ഇറങ്ങിപ്പോരുമ്പോ അങ്ങനെയാണ് കാലം ഇതുവരെ നിങ്ങൾ പ്രസംഗിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് തങ്ങൾ 5 ആളുകളെയും കൂട്ടി ഇറങ്ങിപ്പോരുന്നു. അതൊരു സത്യമാണ്. മൊയിലേരെ സമസ്തയിൽ നിന്നല്ല പിന്നെ ഏതെങ്കിലാണ് മീൻ കച്ചവടം നടക്കിയെന്നൂടെ? എന്തായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്ന? സമസ്ത മുശാവറയല്ലേ? അല്ലെങ്കിൽ ഇ.കെ. ഉസ്താദിന്റെ അധ്യക്ഷതയിലുള്ള മീറ്റിംഗ് അല്ലേ? അവിടെ തന്നെ നിങ്ങൾ നോക്ക്. എന്നിട്ട് ഇയാൾ പറയാ എന്തിനാ ഇറങ്ങിപ്പോന്നു എന്നൊന്നും ഇല്ലാത്തവർക്ക് അറിയില്ല. ഉള്ളവര് പറഞ്ഞു കൊടുത്താ പോരെ? പേരോട് തന്നെ പറയുന്നുണ്ടല്ലോ. അത് അവിടെയാണ് ഞങ്ങൾ പഴയ കാലത്തൊരു ചോദ്യം നിങ്ങളോട് ഉന്നയിച്ചിരുന്നത്. അതെന്താ ചോദ്യമെന്നറിയോ? നിങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദല്ലേ ഇ.കെ. ഉസ്താദ്? ഉള്ളാൾ തങ്ങൾ പാപ്പ അടക്കമുള്ള നിങ്ങളുടെ നേതാക്കളുടെ ഉസ്താദല്ലേ കണ്ണിയത്ത് ഉസ്താദ്? ഈ 2 മഹാരഥന്മാർ ഒരു മീറ്റിംഗിന് അല്ലെങ്കിൽ ഒരു സംഭവത്തിന് നേതൃത്വം നൽകുമ്പോൾ ആ നേതൃത്വത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോന്ന് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുമ്പോൾ അതിനൊരു ശർഈയായ കാരണം വേണം. ആ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ശർഈയായ കാരണമെന്ത്? ഇ.കെ. ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ആ മുശാവറയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോരുമ്പോ എന്താണ് ഇ.കെ. ഉസ്താദിന് സംഭവിച്ച പിഴവ്? ദീനിൽ എന്ത് പിഴച്ചു? നമ്മളൊരു കാലത്ത് ചോദ്യം തന്നെതായിരുന്നു. ആ ചോദ്യത്തിന് പ്രസക്തി കൂടി. ആ ചോദ്യം നിങ്ങൾ അതിന്റെ കാരണം പറയുന്നുണ്ട്, പേരോട് പ്രസംഗിക്കുന്നുണ്ട്. അതിന്റെ കാരണം പറയുമ്പോ നിങ്ങൾക്ക് ഓർമ്മയില്ല ഇയാൾ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത്. ഇയാൾ കാരണം പറയുന്നത് എന്താ? പേരോട് പറയട്ടെ, കേട്ടോളൂ. നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രൂപമുണ്ടാക്കുകയും അതേ സമയത്ത് സുന്നി മാനു ഫെഡറേഷന് അംഗീകാരം കൊടുക്കുകയും ചെയ്തുകൊണ്ട് സമയം വെക്കറ്റ് ചെയ്ത റിപ്പോർട്ട് കിട്ടുന്നത് വരെ നീക്കിക്കൊണ്ടുപോയി. അന്ന് എ.പി. ഉസ്താദ് അടക്കം ഉള്ളാൾ തങ്ങൾക്ക് എല്ലാവരും സമസ്തയുടെ യോഗത്തിലുണ്ട്. ആ യോഗത്തിൽ സമസ്തയുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ജനറൽ സെക്രട്ടറിയെ എല്ലാവരും ഒത്തൊരുമിച്ച് അധികാരപ്പെടുത്തി. അതിലൊന്നും തർക്കമുണ്ടായിട്ടില്ല. അത് അധികാരപ്പെടുത്തി കഴിഞ്ഞപ്പോ എ.പി. ഉസ്താദ് നിബന്ധന പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ സമസ്തയുടെ ഇന്ന് വരെയുള്ള മിനിറ്റ്സും തീരുമാനവും അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല, കേസ് പൂർണ്ണമായി സമസ്ത ഏറ്റെടുത്ത് നടത്തണമെന്നാണ്. അപ്പൊ ഒരു കൂട്ടർ അത് പറ്റൂല, സമസ്തയുടെ മിനിറ്റ്സിലും തീരുമാനത്തിലും എന്ത് മാറ്റം വരുത്താനും ഇ.കെ. ഉസ്താദ് അവർക്ക് അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അനുമതി കൊടുത്താൽ പിന്നെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ തീരുമാനിച്ച തീരുമാനങ്ങൾ മാറ്റാൻ അത് അംഗീകാരം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ മുശാവറയിൽ ചേരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോ എന്നാൽ പിന്നെ ഞങ്ങൾ ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനം എടുക്കൂ എന്ന് പറഞ്ഞു. താജുൽ ഉള്ളാൾ തങ്ങൾ ഭൂരിപക്ഷം അനുസരിച്ചും ഹക്കിനെതിരായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ, അതല്ല ഞങ്ങൾ ഇപ്പൊ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞപ്പോ തങ്ങളവറുകളും ഉസ്താദ് അവറുകളും എം.എ. ഉസ്താദൊക്കെ പറഞ്ഞു എന്നാൽ ഇത്ര ആളുകളുടെ എതിർപ്പോടുകൂടി എന്ന് അവിടെ രേഖപ്പെടുത്തണം. അങ്ങനെയും രേഖപ്പെടുത്തൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ എതിർപ്പോടുകൂടി എന്നും രേഖപ്പെടുത്തൂല, പഴയകാല മിൻസുകളും തീരുമാനങ്ങളും എന്ത് മാറ്റം വരുത്താനും ജനറൽ സെക്രട്ടറിക്ക് അധികാരം കൊടുക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് സധൈര്യം മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു. തങ്ങളവറുകളോട് കൂടെ 11 ആളുകൾ എഴുന്നേറ്റു, ഇറങ്ങിപ്പോയി. പിന്നെ അത് എത്രയായി എന്നുള്ള എണ്ണത്തിനെ സംബന്ധിച്ചുള്ള ഖിലാഫിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. അത് പോയ നഷ്ടമാണ്, അതുകൊണ്ട് ഇപ്പൊ ആ കണക്കിലേക്ക് പോണില്ല. അവങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഈ സമുദായത്തിൽ എന്തൊക്കെ പ്രശ്നം എ.പി.കെ. സംഘട്ടത്തിലുണ്ടായി. പെരുന്നാൾ 2ആയി,
ഈക്ക പെരുന്നാൾ AP പെരുന്നാളായി, മഹല്ല് രണ്ടായി. ഒരേ നാട്ടിൽ അപ്പുറത്തും ചുമ, കത്തിക്കുത്ത്. അതേപോലെ തന്നെ മഹല്ലിൽ പ്രശ്നം, വീട്ടിൽ പ്രശ്നം, ഭാര്യയും ഭർത്താവും തെറ്റി, എന്തെല്ലാം ബഹിഷ്കരണങ്ങൾ, എന്തൊക്കെ സംഭവങ്ങൾ. ഇതിൻ്റെ ഒക്കെ ഒരു കാരണം ഇപ്പം എന്താ? EK ഉസ്താദിന് ഇതിൻ്റെ മിനിറ്റ്സും അതേപോലെ രേഖകളും കൈകാര്യം ചെയ്യാനുള്ള അധികാരം കൊടുക്കണം എന്ന്. അതാ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്നുള്ള വേറെ തർക്കാൾ പറഞ്ഞനുസരിച്ച് ഞാൻ പറയാണ്. അല്ല ടീമേ, ചോദിക്കട്ടെ, ഞങ്ങൾ EK ഉസ്താദ് നിങ്ങളാരാ? താങ്കളുടെ ആരാണ്? പേരോടിനോടല്ല, അയാൾ അന്നില്ല, ഇല്ലാത്തവരോട് വർത്താനല്ലോ, നമുക്കുള്ളവരോടല്ലേ വർത്താനോ. ഉള്ളാൾ തങ്ങളെ നമുക്ക് വിടാം, മൂപ്പര് പോയി, മൂപ്പരതായ ആദർശത്തിൽ ജീവിച്ചു പോയി, സംസാരമല്ല. ഇന്നുള്ള ആളോടാ ഞങ്ങളെ ചോദ്യം. അല്ല, നിങ്ങളെ ഉസ്താദിന്റെ ഉസ്താദല്ലേ EK ഉസ്താദ്? ആ EK ഉസ്താദിനെ കുറിച്ചൊരു നല്ല വിചാരം നിങ്ങൾക്ക് വേണ്ടിയിരുന്നല്ലോ. EK ഉസ്താദ് അങ്ങനെ മിൻസിലൊന്നും ഒരു കാരണവശാലും ഇല്ലാത്തത് ചേർക്കുകയോ വ്യത്യാസം വരുത്തുകയോ ചെയ്യൂല. വിലായത്തിന്റെ ആളാണവര്. അവർ മശായിഖ് പോറ്റുന്ന മോനാണ്. അവർക്ക് എന്ത് അധികാരവും കൊടുക്കാം. ഈ സമൂഹത്തെ ഇതിന്റെ പേരിൽ ഭിന്നിക്കണ്ട. നിങ്ങൾക്കൊരു മിൻസ് വേണമെങ്കിൽ വേറൊരു പൈസ എടുത്തൊരു നോട്ടുക്ക് വാങ്ങിയിട്ട് അതിൽ എഴുതി കുത്തിയ പോരെ. എന്തിനാണ് അതിന്റെ പേരിൽ ഈ സമുദായത്തെ നിങ്ങൾ ഭിന്നിപ്പിച്ചത്? ഇതാണോ ഇപ്പൊ ശരഴിയായ കാരണം? ഒരു കാരണം പറഞ്ഞ പ്രധാനമന്ത്രിനെ കാണാൻ വേണ്ടി EK ഉസ്താദ് മാത്രം പോയി എന്നല്ല, അളുപ്പങ്ങൾ ഖലീൽ തങ്ങളെ കൊണ്ടുപോയില്ലല്ലോ. അതേപ്പം ഇനിയിപ്പോൾ മുമ്പ് വേറെ സമസ്യ ഉണ്ടാക്കുമോ? അല്ല, ഒരു കേരള യാത്രൻ്റെ സംഭവം പ്രധാനമന്ത്രിനോട് പറയാൻ പോകുമ്പോൾ പേരോടിനെ കൊണ്ടുപോയ സ്ഥിതിക്ക് അയാളെ കൊണ്ടുപോട്ടെ. അല്ലെങ്കിൽ അയാൾ പോകുമ്പോൾ ഫ്ലൈറ്റ് കയറുമ്പോഴെങ്കിൽ അയാളോടൊന്ന് പറയണം, മോനെ ഞാൻ പോവാണ്. അതും കൂടി പറഞ്ഞില്ല. അത്രേ ഹക്കീമാണ് അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞ്. എന്തൊക്കെ സുയിപ്പാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമന്ത്രിനെ കാണാൻ അതിന് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കണോ? EK ഉസ്താദ് പോയി വന്നാൽ അടുത്ത ട്രെയിന് 4 ആളും കൂടി പോയാൽ പോരെ? എന്ത് ശരഴിയായ തെറ്റാണ് EK ഉസ്താദിൽ നിന്ന് സംഭവിച്ചത്? വഹാബി ബന്ധമൊന്നും ഇനി പറയാൻ പറ്റൂല. നിങ്ങൾ അടുപ്പും കല്ല് എന്ന് അറിയില്ല. നിങ്ങൾ ഈ അടുപ്പും കല്ല് ഇവിടെ ഉള്ള കാലത്തോടെ ഇനി പറയാൻ കഴിയില്ല. കാരണം എന്താ? നിങ്ങളെ ആഫീസിലടക്കം വഹാബി കയറിയിട്ടുണ്ട്. എവിടെ നിങ്ങൾക്ക് രക്ഷയില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ AP അബൂബക്കർ മുസ്ലിയാർക്ക് എഴുതി കൊടുത്ത് കാരണം മീറ്റിങ്ങിൽ നിന്ന് അത് പേരോട് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാ ബുക്കിൻ്റെ ഒരു പ്രശ്നമാണ്. ചെറിയ മക്കളെ നോട്ട് കൊണ്ട് തല്ലുകൊണ്ടായിട്ടുള്ള സംഭവ പാടുണ്ടായത്. EK ഉസ്താദിനെ കുറിച്ചൊരു നല്ല വിചാരം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ സമൂഹം ഭിന്നിക്കൂലായിരുന്നു. അതിനാ നിങ്ങളിപ്പോൾ വേറെ മുഷാവറ ഉണ്ടാക്കിയത്. ഇതൊക്കെ ഒരു മനുഷ്യനോട് പറയാൻ പറ്റുമോ? എന്നിട്ട് AP അബൂബക്കർ പറയണത് അന്ന് മീറ്റിങ്ങിൽ ഇല്ലാത്തപോലെ എങ്ങനെ അഭിപ്രായം പറയാം? കേട്ടോളൂ. എന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ സൗഹാർദ്ദമായി. എന്ത് സൗഹാർദ്ദം? പറയാനുള്ള എല്ലാം പറഞ്ഞിട്ട് സൗഹാർദ്ദമാണ് അത്ര. ജിഫ്രി തങ്ങളോടാ പറഞ്ഞ ഈ അടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് വന്നവർക്ക് ഈ കഥ അറിയൂല. എന്ത് കഥ? ഈ ബുക്ക് മാറ്റിയ കഥ. അത് നിങ്ങളിപ്പോ പങ്കെടുത്ത് കിട്ടി. നിങ്ങളെ ഇറങ്ങിപ്പോന്ന മീറ്റിങ്ങിലുണ്ടല്ലോ EK ഉസ്താദ്. ആ EK ഉസ്താദ് പറഞ്ഞു കൊടുത്താൽ പോരെ ശിഷ്യനായ ജിഫ്രി തങ്ങൾക്ക്? അതിലിപ്പോ എത്ര പണിയുണ്ടോ? ഇനിയിപ്പോ അതും വേണ്ട. നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് എവിടെ നിന്നാണെന്നും എന്തിനാണെന്നും അങ്ങനെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങിപ്പോകുന്നവരിൽ ഒരാളായിരുന്നല്ലോ ചിത്താരി ഉസ്താദ്. ചിത്താരി ഉസ്താദ് കൃത്യമായി പറയുന്നുണ്ട്. ഉള്ളാൾ തങ്ങൾ എഴുന്നേറ്റു. ഉള്ളാൾ തങ്ങൾ പറഞ്ഞു, ഈ കസേരയിലേക്ക് ഇനി ഞാൻ മടങ്ങി വരൂല, ഞാൻ പോവാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ സ്ഥാനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നു എന്നാ മൂപ്പര് പറയുന്നത്. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക ആ ഭാഗം. നിങ്ങൾ ആരാറ് വേണ്ടത് കളവുണ്ട്. ബലമുണ്ടായത് എങ്ങനെയാന്ന് മനസ്സിലായില്ല. അവിടെ വെച്ചിട്ടുള്ള തങ്ങള് ആ നേതൃത്വത്തിന്റെ മുമ്പിൽ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇന്നമായ ആയത്ത് ഓതിയിട്ട് ഈ കസാല ഞങ്ങൾക്ക് നൽകിയത് ഹക്കിനെ പറയാനാണ്, ബാത്തിലിനെ പറയാനല്ല. ഹക്കിനെ പറയുന്ന കസാലയിൽ മാത്രമേ ഞങ്ങൾ ഇരിക്കുകയുള്ളൂ. ഇവിടെ വെച്ച് ബാത്തിൽ കളവ് പറയണമെന്ന് പറഞ്ഞാൽ ഈ കസാല ഞങ്ങൾ ഇരിക്കൂല, ഞങ്ങൾക്ക് ഈ കസാല വേണ്ട, ഒരു കാലത്തും ഈ കസയിലേക്ക് വരാനുള്ള തോപ്പിക്ക് ചെയ്യാണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി വന്നതാണ്. ആരെ? ഉള്ളാൾ തങ്ങള്. പിന്നെ ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങളാണ് കസാല ഉണ്ടാക്കി കൊടുക്കുന്നത്. അവിടെ നിങ്ങൾ ചിന്തിക്കണം.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഞങ്ങൾക്ക് തന്ന കസേര വേണ്ട എന്ന് പറഞ്ഞ് പോന്നു ഞങ്ങളെന്നെ വാദിക്കുന്നത്. അപ്പൊ കൃത്യമായി സമസ്തയുടെ മീറ്റിംഗിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോന്നതാണ്. ആ ഇറങ്ങിപ്പോന്നത് ബഹുമാനപ്പെട്ട EK ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക സമസ്തയിൽ നിന്നാണ്. എന്താ നിങ്ങൾ മനസ്സിലാക്കി? നിങ്ങൾ 6 ആളുകളാണ് പോയതിനു ശേഷം കോഴിക്കോട്ട് EK ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്ന പത്രസമ്മേളനത്തിന്റെ റിപ്പോർട്ടുകൾ ഇന്നുമുണ്ട്. ഒന്ന് അതിൻ്റെ പഴയ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഒന്ന് വെച്ചു കൊടുക്ക്, കണ്ടു നോക്കുക. പഴയ ഒരു ചിത്രം 1989 6 പേരെ സമസ്തയുടെ മുഷാവറയിൽ നിന്ന് നീക്കിയ ശേഷം കോഴിക്കോട്ട് ചേർന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ വലിയ വലിയ ആളുകളാണ്. EK അബൂബക്കർ മുസ്ലിയാർ ശംസുൽ ഉലമ, VM ഇമ്പിച്ചു മുസ്ലിയാർ വെട്ടിക്കാട്ടേരി, KK അബൂബക്കർ ഹസ്രത്ത്, AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രധാന ഉസ്താദ്, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, KC ജമാലുദ്ദീൻ മുസ്ലിയാർ, CH ഐദുറോസ് മുസ്ലിയാർ, കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട്, ആലിക്കുട്ടി ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി അന്നത്തെ പ്രഗത്ഭരായ ആലിമീങ്ങളൊക്കെ ഒരുമിച്ചുകൂടി നിങ്ങളെ അതിൽ നിന്നങ്ങോട്ട് നീക്കിയതാണ് സംഭവം. അതിനെക്കുറിച്ച് പറയാൻ അധികാരമുള്ള ആൾ EK ഉസ്താദാ. അത് നമ്മൾ എന്നും കേൾക്കുന്ന കളിപ്പാ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പുറത്തുപോയവർ EK ഉസ്താദ് അടിവരയിട്ട് പറഞ്ഞ വാക്കാത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, 1000 AP കൂടിയാലും അര EK ആവൂല. കേട്ടില്ല? 1000 കോഴിക്ക് അര കാടാന്നല്ലേ? അതൊന്നും പറഞ്ഞാൽ മതിയാവൂല. ഒരു 10,000 AP കൂടിയാലും ഒരു അര EK ആവാൻ പറ്റില്ല. മശായിഖിന്റെ നേരെ വാക്കാതൊക്കെ. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? എവിടെയാ നിങ്ങൾക്ക് പഴച്ചത്? ആരടുത്ത് ഞങ്ങൾ പോകുന്നത്? ശംസുൽ ഉലമക്ക് എന്താ പഴച്ചു എന്ന് വിശദീകരിക്കുക. നിങ്ങളെ സമ്മേളനം മലപ്പുറത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ആള് കൂടാഞ്ഞ് മലപ്പുറം അല്ലാതെല്ലാന്ന് കണ്ടെത്തി. അങ്ങനെ നിങ്ങൾ മലപ്പുറത്ത് പ്രഖ്യാപിക്കാൻ വെല്ലുവിളിക്കുന്നു. ഈ സമ്മേളനം 2027 ഒക്കെ നിങ്ങൾ എതിരായിട്ടേ ചെയ്യുള്ളൂ. അജ്മീർ മിഷൻ എന്നുള്ളത് ഷഹബാനിലാണ് അജ്മീർ ഉറൂസ് ഉണ്ടാക്കിയത്. മേറാജ് 27 റജബ് 27 മേറാജ് അത് പിന്നെ 28, 29 ഒക്കെ ആക്കി. ലെവൽ നിങ്ങൾക്ക് ഇല്ലേ? എന്താ ഇപ്പം നിങ്ങളെ പ്രശ്നം? EK ഉസ്താദ് പറയട്ടെ, നിങ്ങളെ അവസ്ഥ വെച്ചു കൊടുക്കുക. യാതൊരു സംശയവുമില്ല, ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഞങ്ങൾ അതിന് അനുവദിക്കുകയുമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ഒരു രോമം പറയാൻ ഇവർക്ക് സാധിക്കുകയില്ല. അതിന് യാതൊന്നും സംഭവിച്ചിട്ടും ഇല്ല. അതിൽ നിന്ന് പുറത്തുപോയി കുറെ 3-4 ആൾ പുറത്തുപോയി അത് കൂടിയത് കൊണ്ടിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഇത് ദുനിയാവൂല. ഞങ്ങളാണ് കുഞ്ഞി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അംഗീകരിക്കുകയില്ല. എത്ര കൃത്യമായിട്ടാണ് ശംസുൽ ഉലമ EK ഉസ്താദ് കാലഘട്ടത്തിന്റെ ഇതിഹാസം മഹാനവറുകൾ ആ കാര്യം പറഞ്ഞത്. ഇനി ഇതിനപ്പുറം പറയണമെങ്കിൽ അപ്പുറത്ത് വേറൊരു EK വേണ്ടേ? അപ്പുറത്തൊരു ശംസുൽ ഉലമ വേണ്ടേ? ഉണ്ടെങ്കിൽ കൊണ്ടുവരിങ്ങള്. അപ്പൊ എത്ര കൃത്യമായി പറയുന്നു ശംസുൽ ഉലമയുടെ വാക്കുകളാത്. പുറത്താക്കി, നിങ്ങളെ പുറത്താക്കിയവർക്ക് സുന്നി എന്ന് പറയാൻ പാടില്ല. എന്തിൽ നിന്ന് പുറത്താക്കി? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന്. അത്രയും ക്ലിയർ ആണ്. അതാ ചെറിയ പി ഉസ്താദും പറയുന്നത്, അതാ ചിത്താരി ഉസ്താദും പറയുന്നത്. മാത്രമല്ല അന്നത്തെ പത്രങ്ങൾ എഴുതിയത് നോക്കൂ നിങ്ങൾ. അന്നത്തെ വാർത്തകളൊന്ന് എന്താ? സമസ്ത മുഷാവറ 6 പേരെ നീക്കി. പിറ്റത്തെ പത്രത്തിൽ എഴുതിയതാണ്. 6 പേരാണ് നീക്കിയതാണ്. എന്നിട്ട് പറയാ ഞങ്ങളതിന് ഒരു കാര്യം നിങ്ങൾക്ക് പറയാം. എന്ത്? ഞങ്ങളതിന്ന് പോന്ന്. ഇപ്പൊ നജീമോലി പറഞ്ഞല്ലോ, ഞങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടായപ്പോൾ ഞങ്ങൾ പോന്ന് വേറൊരു ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി. സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ 100-ാം വാർഷികം ഒന്നും ആഘോഷിക്കാൻ നമ്മളില്ല എന്ന് പറഞ്ഞ് അതിനൊരു മാന്യത ഉണ്ട്. സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അതറിയുമ്പോഴാണ് പ്രശ്നം. ഇപ്പം എനിക്ക് രസമായി തോന്നിയൊരു സംഭവം, മൂപ്പര് 60-ാം വാർഷികത്തിന് ക്ഷണിച്ചൊരു കത്തൊക്കെ ഹാജരാക്കുന്നുണ്ട് AP അബൂബക്കർ മുസ്ലിയാർ.
ആ കത്ത് 60-ാം വാർഷികത്തിന് ക്ഷണിച്ച ഞാൻ തന്നെയാണ് ഇതിനും ക്ഷണിക്കുന്നത്. പക്ഷെ അതിന്റെ മുമ്പ് അതിന്റെ ഇടയ്ക്ക് 89 കഴിഞ്ഞു പോയി. 89-ൽ നിങ്ങൾ ഔട്ടായി, 6 പേരെ നീക്കിയാ പിന്നെ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിങ്ങൾ പേരേക്കാൻ പാടുണ്ടോ? ഇറങ്ങി വന്ന ML ഞാൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ട് വേറെ നിയമസഭ ഉണ്ടാക്കാൻ പാടുണ്ടോ? ഞങ്ങൾ കാണിച്ചൊരു മാന്യതയെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ? ഇപ്പം എൻ്റെ മെമ്പർഷിപ്പാണ്, ഞാൻ നിർത്തി നോക്കുമ്പോൾ പഴയ മെമ്പർഷിപ്പാണ്, അള്ള കാത്ത മെമ്പർഷിപ്പ്. സമസ്ത കേരള സുന്നി യുവജന സംഘം KV നൗഷാദ് ഹസനി എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കാലം 2016 മാർച്ച് 31 വരെ ഇതിന് പിന്നെ നിലവിലുണ്ട് എന്നാണ് പറഞ്ഞു. ഞാൻ 2009-10 കാലത്ത് തന്നെ അവരോട് പ്രശ്നമായി. പ്രശ്നം കൂടി 2011-12 കാലത്ത് നമ്മൾ പോന്നിട്ടുണ്ട്. പോന്നതിൻ്റെ ആശയങ്ങൾ സിറാജിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ മെമ്പർഷിപ്പ് എടുത്ത് കൊണ്ടുവരികയാണ്. എനിക്ക് നിങ്ങളെ SYSന്റെ മെമ്പർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് SYSന്റെ സമ്മേളനം ഇനി ഞാനാ നടത്താന്ന് ഈ മെമ്പർഷിപ്പ് ഉയർത്തിപ്പിടിച്ച് പ്രസംഗിച്ച് അങ്ങനെ ഉണ്ടാവും. ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ല, അത് വേറെ കാര്യം. അതുണ്ടായാൽ ലയനത്തിറങ്ങാനേ സാധ്യതയുള്ളൂ. അത് ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല. അതേ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറയാണ്. ആ കളയിലിട്ട് അടുത്ത വാർഷികം നടത്തുമ്പോഴും പറയേണ്ടി വരും. അപ്പോൾ വളരെ കൃത്യമായി നിങ്ങൾ ആലോചിക്കണം. ഇവരുടെ ഓരോ കാര്യങ്ങൾ പഴയ കാലത്ത് മെമ്പർഷിപ്പ് ഉണ്ട്, അതിന് നീക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് അനുഗ്രഹമാണ്. അങ്ങനെ ആ അനുഗ്രഹത്തിൽ നിൽക്കുന്ന ഞങ്ങൾ നിങ്ങളെ വാർഷികത്തിന് വരുമോ? ഇതുപോലെ നിങ്ങളെ പുറത്താക്കി എന്നാ പറയുന്നത്. ഇനി കോടതിയിലെ വിധി അന്ന് കണ്ടില്ലേ, അന്നത്തെ പത്രങ്ങളൊക്കെ എഴുതിയത് എത്ര ഉണ്ട്? കാന്തപുരത്തിന്റെ മുഷാവറ നിയമവിരുദ്ധം സുപ്രീം കോടതി. അപ്പൊ കോടതി പറഞ്ഞ് നിങ്ങൾക്ക് അതിപ്പോ മലയാളത്തിലുള്ള എല്ലാവർക്കും അറിഞ്ഞൂടെ. EK ഉസ്താദും കണ്ണിയത്ത് ഉസ്താദും സെക്രട്ടറിയും പ്രസിഡന്റുമായി ഉണ്ടായിരിക്കെ വേറെ കുറച്ച് ആൾക്കാർ പോന്നാൽ ഒറിജിനൽ അതാണെന്നും ഇത് ഡ്യൂപ്ലിക്കേറ്റാന്നും മൂക്ക് കീപ്പട്ടുള്ള എല്ലാവർക്കും അറിയില്ല കൈമാരെ. ഇനി ഇങ്ങനെ വിശദീകരിച്ച് നടക്കേണ്ടിയുണ്ടോ? ഒന്നുകൂടി ഉണ്ടല്ലോ ഇനി. അപ്പാ ഇനിയിപ്പോ സമസ്ത മാത്രമല്ല, ശരിക്കും നമ്മൾ പഴയ പോസ്റ്ററൊക്കെ എടുത്തു നോക്കിയാൽ മർക്കസ് അടക്കം EK ഉസ്താദിൻ്റെ ആണ്. അതാ മർക്കസിന്റെ ഉദ്ഘാടനത്തിന്റെ നോട്ടീസ് കണ്ടില്ല നിങ്ങൾ? വമ്പിച്ച ഉദ്ഘാടന മഹാമഹം സുന്നി കൾച്ചറൽ സെന്റർ, അതിനെ മർക്കസ് അറിയാം. അതിലിങ്ങനെ കാണാം 80-ല് അതാ അന്ന് വലുതാക്കി കാണിക്കുവാനെ അബ്ദുള്ള കുലൈബ് എന്നൊക്കെ കഴിഞ്ഞിട്ട് പൊതുസമ്മേളനം അധ്യക്ഷൻ ഉസ്താദുൽ അസാത്തീദ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ഉദ്ഘാടനം ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. സത്യം പറഞ്ഞ മർക്കസ് അടക്കങ്ങൾ തട്ടിയെടുത്തതാണോ എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടി. മുഷാവറ മാത്രമല്ല, ശരിക്കും നിങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോണം. അവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോയി അതൊക്കെ ജിഫിരിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. അതാ അസിറിലേക്ക് തിരിച്ചു പറയാന്നാണ്. നോളേജ് സിറ്റി ഇതിന്നുണ്ടായതാണല്ലോ, ഇതിന്നുണ്ടാക്കിയത് ഇതിൻ്റെ തന്നെ ആവുള്ളൂ. അങ്ങനെ ആവും. ഹക്കീമും പറഞ്ഞിട്ടുണ്ടായതാണല്ലോ. അപ്പൊ സർവ്വം ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് പൂർണ്ണമായി ആയുധം വെച്ച് കീഴടങ്ങലല്ലാതെ ഒരു രക്ഷയുമില്ല. ഈയാതി പോയത്തെ ലോകത്ത് ഈ നൂറ്റാണ്ടിൽ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിൽ ഏറ്റവും വലിയ വിഷയം, നിങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ അതിലുണ്ടായ 2 മഹാമനീഷികളാ. ഇപ്പൊ ഞാൻ ഇഹ്യാഉ സുന്നയിൽ നിന്ന് അഹ്സനി ബിരുദം എടുത്തു. എൻ്റെ സനതും പറഞ്ഞിട്ടോ, ഞാൻ അല്ലെങ്കിൽ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ സ്വീപ്പാക്കണില്ല. ബിദർജത്തിന് ഉലാന്നൊക്കെ എഴുതിയ ഫസ്റ്റ് ക്ലാസ് തന്ന സനതൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ കാണിക്കാം. ഈ സനത് ഞാൻ എടുത്തു വന്നിട്ട് ഞാൻ അപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ടാക്കി ഇൻ്റെതാണ് ഇഹ്യാഉ സുന്നാറിന് എങ്ങനെ ഉണ്ടാവും? അതിങ്ങൾ ചിന്തിച്ചു നോക്കി. പോട്ടെ, നമ്മൾ അതൊന്നും പറയാതെ തന്നെ നമ്മളെ കുത്തിവൽ എത്ര പ്രസംഗിച്ചിട്ടുണ്ട്. ഉസ്താദുമാരോടുള്ള അദബൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്ന പോലെ എത്ര ഉസാറാ. പേരോടിന്റെ ആ ഒരു പ്രസംഗം കൂടി കേൾപ്പിച്ചു കൊടുക്കുക. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നീട്ടി സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാ, മഹാനവറുകൾ സ്ഥാപിച്ച ഇഹ്യാഉ സുന്ന എന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ വെച്ച് ഉസ്താദുമാരുടെ മുന്നിൽ വളരെ അതപോടെ ഗുരുത്വത്തോടെ പഠിച്ച് ആ ഉസ്താദുമാരുടെ വഴിയിൽ ഒരിക്കലും അഹങ്കാരം തോന്നാതെ, അങ്ങനെയാണല്ലോ. ഈ പണ്ടൊരു കുട്ടി പറഞ്ഞു, 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഞാൻ പഠിച്ച് 10ാം ക്ലാസ്സിലെത്തി, എന്നെ പഠിപ്പിച്ച മാസ്റ്റർ ഇപ്പോൾ 1ാം ക്ലാസ്സിൽ തന്നെ ഉണ്ട് എന്ന്. അപ്പോൾ ഇതുപോലത്തെ ഒരു കിബറുണ്ട് ചിലപ്പോൾ വരാൻ. അത് പഠിപ്പിച്ച ഉസ്താദിനെ കാണും, ഈ പഠിച്ച എനിക്ക് വല്ലാതെ തിരിയുമെന്നുള്ളൊരു കിബർ. അങ്ങനത്തെ കിബറൊന്നും ഇല്ലാതെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എങ്ങനത്തെ കിബർ?
പഠിപ്പിച്ച ഉസ്താദിനേക്കാൾ തിരിയുന്ന കുട്ടിയാണ് എന്ന് തോന്നൽ അല്ലേ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായത്? ശരിക്കും നിങ്ങൾ ആലോചിക്ക്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ ഉണ്ടായത്? നിങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദായ ഇ.കെ. ഉസ്താദ്, നേരെ ഉസ്താദായ കണ്ണിയത്ത് ഉസ്താദ്, അവർക്കൊന്നും തിരിയാത്ത ഞങ്ങൾക്ക് തിരിഞ്ഞു. അവർക്ക് ഈ മിനിസ്റ്റാണ് പിന്നെ ബുക്കാണ് ഏൽപ്പിച്ചു കൊടുത്താൽ ഓല് പഴക്കും. നിങ്ങൾ കണക്കൂട്ടി. ഉസ്താദിനേക്കാൾ വലിയ ശിഷ്യനുണ്ടായി. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കരുത്തിൽ വളർന്ന ഇ.കെ. ഉസ്താദ്, ആ ഇ.കെ. ഉസ്താദിന്റെ സമസ്തയിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോന്നതോടെ നിങ്ങളെ സർവ്വതും പൊളിഞ്ഞുപോയി. അതല്ലേ ഉണ്ടായത്? ഒരു രക്ഷയും നിങ്ങൾക്ക് ഉണ്ടായില്ല. ഉസ്താദുമാരോടുള്ള അദബ് പഠിപ്പിക്കുമ്പോൾ ഈ ചോദ്യം പ്രസക്താണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാന്നറിയാം? ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർ ഉത്തരം പറഞ്ഞാൽ മതി. എന്താണ് ശംസുൽ ഉലമക്ക് പിഴച്ചത്? ഏത് മുശാവറയിൽ നിന്നാണ് നിങ്ങൾ പോന്നത്? അന്ന് ഔദ്യോഗിക സെക്രട്ടറി ആരായിരുന്നു? ഔദ്യോഗിക പ്രസിഡന്റ് ആരായിരുന്നു? എത്ര ആളാ പോന്നത്? എത്ര ആളെയാ നീക്കിയത്? അതുകൊണ്ട് അബൂബക്കർ മുസ്ലിയാർക്ക് എഴുതി കൊടുത്ത വിദ്വാനോട് നമുക്ക് പറയാനുള്ളത്, 89-ൽ നിങ്ങൾ ഇറങ്ങിപ്പോന്നത് സാക്ഷാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നാണ്. അതുകൊണ്ടാണ് സയ്യിദ് ജിഫ്രി തങ്ങൾ മടങ്ങി വരൂ എന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. പോയി സമൂഹത്തിന് വല്ല സാന്ത്വനവും കൊടുക്കാൻ നോക്കി. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്?